First Chronicles 29:11. 1 ദിനവൃത്താന്തം 29:11 വാക്യം. യഹോവേ, മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്. സ്വർഗത്തിലും ഭൂമിയിലുള്ളതൊക്കെയും നിനക്കുള്ളതല്ലോ. യഹോവേ, രാജ്യത്വം നിനക്കുള്ളതാകുന്നു. നീ സകലത്തിനും മീതെ തലയായിരിക്കുന്നു. So it's good if we can, for the purpose of what I'm sharing, for us to think about David as God appointed king who understood that I am king because God has appointed me. ഞാൻ പങ്കുവയ്ക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനായി ദൈവം നിയോഗിച്ച രാജാവാണ് ദാവീദ് എന്ന് നമുക്ക് ചിന്തിക്കാം. Yeah. And he said, all that I'm doing, all that I have is yours. അവൻ പറഞ്ഞു, ഞാൻ ചെയ്യുന്നതും എനിക്കുള്ളതെല്ലാം അങ്ങേക്കുള്ളതാണ്. So who knows what the word David, the name David, what it means? ദാവീദ് എന്ന വാക്കിന്റെ അർത്ഥം ആർക്കൊക്കെ അറിയാം? If anybody knows, he will get a chocolate. I don't have a chocolate, but I'll find one. ചോക്ലേറ്റ് ഉണ്ട്. ചോക്ലേറ്റ് വേണ്ടവർക്ക് ആൻസർ പറയാം. No, don't know. It's not a, I mean, you may not know, but it's good to think about the meanings of names of everyone in the Bible. The Lord has wonderfully, spoken many things in that way. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം, പക്ഷെ ബൈബിളിലെ എല്ലാവരുടെയും പേരുകളുടെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് നല്ലതാണ്. ആ രീതിയിൽ കർത്താവ് അത്ഭുതകരമായി പലതും പറഞ്ഞിട്ടുണ്ട്. So David, the word means beloved, and he is a picture of Jesus. അപ്പോൾ ദാവീദ്, ആ വാക്കിന്റെ അർത്ഥം പ്രിയപ്പെട്ടവൻ, അവൻ യേശുവിന്റെ ഒരു ചിത്രമാണ്. So we can look at this verse in Ephesians chapter 1. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായം നമുക്ക് നോക്കാം. Verses 5 and 6. I think in verse 4 there is in the English Bible, it starts from verse 4. It says in love and then goes into 5. You can read 5 and 6. 5-6. അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. So it says that in love, God has predestined us, planned beforehand that we should be his children through Jesus Christ. സ്നേഹത്തിൽ നമ്മെ ദൈവം മുൻനിയമിക്കുകയും യേശുക്രിസ്തുവിലൂടെ നാം ദൈവത്തിന്റെ മക്കളാകുകയും ചെയ്തു. Okay, so we are sons of God through Jesus Christ, and it says for the praise of the glory of his grace. Okay, that means he wants to give us his grace because we are his children or sons. അങ്ങനെ നാം യേശുക്രിസ്തുവിലൂടെ ദൈവമക്കളാണ്. നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി, അതിന്റെ അർത്ഥം നാം അവന്റെ മക്കളായതിന് അവൻ നമുക്ക് തന്റെ കൃപ നൽകാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. Says which he freely bestowed in the beloved. പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ കൃപാമഹത്വം. Okay, സൗജന്യമായി നൽകിയ കൃപാമഹത്വം. so this grace that is given to us in the beloved is translated in another version as we are accepted in the beloved. നമ്മളെ സൗജന്യമായി നൽകിയ കൃപ മഹത്വം എന്ന് മറ്റൊരു ട്രാൻസ്ലേഷനിൽ പറഞ്ഞേക്കുന്നത് നമ്മെ അക്സെപ്റ്റ് ചെയ്തു, നമ്മളെ സ്വീകരിച്ചു. So brothers, both these things are true. Because of Jesus Christ, we are accepted. We are sons, children of our Heavenly Father. യേശുക്രിസ്തു മുഖാന്തരം നമ്മെ പിതാവ് സ്വീകരിച്ചു. And because of Jesus Christ, in love, he wants to freely give us all the grace that we need. യേശുക്രിസ്തു കാരണം നമുക്ക് സൗജന്യമായി തന്റെ കൃപ തരാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. And just think about David's sons. They were sons of the king. They did not need to worry about anything. They were accepted in the beloved. David was the king. He was the beloved. They were accepted. ഈ ദാവീദിന്റെ പുത്രന്മാരെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ. അവര് പ്രിയനായവനിൽ
എല്ലാം അവർക്കുണ്ട്. ഒന്നിനെക്കുറിച്ചും ആകാംക്ഷപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എല്ലാം ഉള്ള ആൾക്കാരായിരുന്നു ദാവീദിന്റെ പുത്രന്മാർ. Okay. So we can think of ourselves and put ourselves in the place of David's sons. ദാവീദിന്റെ പുത്രന്മാരുടെ സ്ഥലത്ത് നമ്മളെ തന്നെ വയ്ക്കാം. We are sons of a heavenly king, our father through Jesus Christ. യേശുക്രിസ്തുവിലൂടെ നമ്മുടെ പിതാവായ സ്വർഗീയ രാജാവിന്റെ മക്കളാണ് നാം. He will provide for us. He will take care of all our needs. ഈ ഒരു സ്വർഗസ്ഥനായ പിതാവ് ഉള്ളതുകൊണ്ട് നമുക്കുള്ള ആവശ്യങ്ങളെല്ലാം ദൈവം നമുക്ക് ചെയ്തു തരും. He will freely bestow his grace on us. നമ്മൾ സൗജന്യമായിട്ട് കർത്താവിന്റെ കൃപ മഹത്വം നമുക്ക് ദൈവം തരും. We are accepted in the beloved. കർത്താവ് നമ്മളെ പ്രിയനായവനിലൂടെ സ്വീകരിച്ചിരിക്കുന്നു. Okay. Now, how many of you know something about David's son's story? Something. Just raise your hands. ദാവീദിന്റെ പുത്രന്മാരെ കുറിച്ചുള്ള കഥ ആർക്കൊക്കെ അറിയാം? Okay. So, how many of you know nothing about David's sons? ദാവീദിന്റെ പുത്രന്മാരെ കുറിച്ച് ഒന്നും അറിയാത്തവർ ആരൊക്കെയാണ്? Okay, so there is a big group. I'm just doing some mathematics over here. There is a big group that neither knows nothing nor knows something. That is a logical problem. ഇവിടെ ഇരിക്കുന്ന കൂട്ടത്തില് ഒരു കാര്യം ഉറപ്പാണ്, ഒന്നും അറിയാത്തവരും ഇല്ല, എന്നാൽ എല്ലാം അറിയാവുന്നവരും ഇല്ല. Can I ask you to do something? Can both of you raise both your hands like this? നിങ്ങളുടെ രണ്ട് കൈയും മേളിലോട്ട് ഉയർത്തി പിടിക്കാവോ? ഇതേപോലെ. Okay, it's not so difficult, right? Nothing will happen to you. Your hands won't break or anything. കൈയൊന്നും ഒടിഞ്ഞു പോകത്തില്ല. ഇത് വളരെ ഈസിയാണ്. കൈ ഇങ്ങനെ പൊക്കാം. Okay. So, I mean, like, just listen and answer the question. Okay. So, I'll give you a clue. Maybe the brothers will see who goes first. Brothers can turn to 2 Samuel chapter 3. Sisters can turn to 1 Chronicles chapter 3. If you can read the names of David's first 4 sons in order, I'll put it on the board. സഹോദരന്മാർക്ക് 2 Samuel 3 2 ശമൂവേൽ 3 and 1 Chronicles 3. 1 ദിനവൃത്താന്തം 3-ാം അധ്യായം സിസ്റ്റേഴ്സ്. Somewhere in the beginning. ആദ്യമായിട്ടാണ് അത് കൊടുത്തേക്കുന്നത്. Amnon. Okay. Amnon. Next. So we are hearing Daniel from there and Chileab from here. So we'll write both the names. Okay. എന്റെ പേര് സുരേഷ് എബ്രഹാം എന്ന് പറയുന്ന പോലെ ആയിരിക്കും ചിലപ്പോൾ. Okay. Chileab, Daniel. Okay. Now, Daniel. let me do something. I've written 1, 3, 4, 2. Okay. So there is a reason for that. So I'm going to write Chileab's name. ചിലിയാബിന്റെ പേര് പിന്നീട് ഞാൻ എഴുതാം. ആദ്യം 1, 3, 4. Okay. So who's the third son? മൂന്നാമത്തെ പുത്രൻ ആരാണ്? Absalom. അബ്സലോം. Okay. And who's the fourth son? നാലാമത്തെ പുത്രൻ ആരാണ്? Okay. So who actually became king out of all of these? ഇതിൽ ആരാണ് രാജാവ്? Who became the next king? അടുത്ത രാജാവ് ആരായിരുന്നു ഇതില്? Adonijah became the next king. അദോനിയാവാണോ അടുത്ത രാജാവായത്? Then who became the next king? Solomon. Okay. Where is Solomon in the list? ശലോമോൻ ഈ ലിസ്റ്റിൽ എവിടെയുണ്ട്? He's not there. Okay. ആ ലിസ്റ്റിൽ ഇല്ല. He's maybe 7th, 8th, 9th, 10th, something like that. I lost. 7, 8, 9 ആയിരിക്കാം ശലോമോന്റെ സ്ഥലം. പക്ഷെ എവിടെ ഈ ലിസ്റ്റിൽ ഇല്ല. Okay. Now, why is it that these sons of David were not, happy, peaceful, rejoicing that they were sons? ഇവർ പുത്രന്മാരായിരുന്നിട്ടും ഈ 4 പുത്രന്മാരുടെ പേരുകൾ എന്നിട്ടും ഇവരൊന്നും സന്തോഷമുള്ളവരായിരുന്നില്ല. അതെന്തുകൊണ്ടാണ്? Okay, because they were looking for an earthly kingdom. അവര് ഈ ലോകത്തിന്റെ ഒരു രാജ്യത്വമായിരുന്നു അവർ നോക്കിയത്. അതുകൊണ്ടായിരുന്നു അവർക്ക് സന്തോഷമൊന്നും ഇല്ലായിരുന്നു. Yeah, so we can read 1 John chapter 2 verses 3 and 4. 1 യോഹന്നാൻ 2-ാമത്തെ അധ്യായം
3 and 4 അല്ലായിരിക്കും then. 1 John chapter 2 verses 15 and 16. 15-16. 1 യോഹന്നാൻ 2-ാമത്തെ അധ്യായം 15-16. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. ജഡമോഹം, കൺമോഹം, ജീവിതത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്നത്രേ ആകുന്നു. Okay. So, so these people were searching for an earthly kingdom. ഇവര് ഈ ലോകത്തിലുള്ള ഒരു രാജ്യത്വമായിരുന്നു അവർ നോക്കിക്കൊണ്ടിരുന്ന ഈ And the love of the Father, their Father, and the Heavenly Father was not in them. അവരുടെ പിതാവിന്റെ ആ സ്നേഹവും അല്ലെങ്കിൽ ആ സ്വർഗസ്വനായ പിതാവിന്റെ സ്നേഹം അവരിലില്ലായിരുന്നു. Okay. So, the things that are in the world, we heard. So, there are 3 things. There is lust of the flesh or sexual lust. ഈ ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡമോഹം, കൺമോഹം, ജീവിതത്തിന്റെ പ്രതാപം. Okay. Pride of life, lust of the eyes, lust of the flesh. Okay. So, can we do a match the following? Anybody who knows the stories for ചേരിപ്പടി ഇവിടെ ചേർക്കാവോ? Amnon, what is what? What is lust of the eyes? Okay, what is lust of the eyes? അമ്നോന് കൺമോഹം എന്ന് പറഞ്ഞു. എന്താണ് കൺമോഹം? Kanmoham, no? Kanmoham. Okay. Yeah. So lust of the eyes is I see something and I want it. Okay. I see that somebody else has something and I want it. കൺമോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു കാര്യം ഞാൻ കണ്ടു, എനിക്കത് വേണം. എനിക്കൊരു ആൾ ഇഷ്ടപ്പെട്ടു, എനിക്കത് വേണം. Yeah. Lust of the flesh, jadamoham, is my appetites that come from my body. ജഡമോഹം എന്ന് പറഞ്ഞാൽ എന്റെ ശരീരത്തിൽ നിന്ന് തന്നെ വരുന്ന ഒരു ആഗ്രഹങ്ങളാണ് ജഡമോഹം എന്ന് പറയുന്നത്. It's not my body, it's my flesh, but എന്റെ ജഡം, yeah. എന്റെ ഇഷ്ടങ്ങളിൽ നിന്ന് വരുന്നു. Yeah. And boastful pride of life is pride. Okay. ജീവിതത്തിന്റെ പ്രതാപം എന്ന് പറയുന്നത് നിഗളം. So if I say sexual lust, greed, pride, how will we match the following? Pride is who? Absalom is pride. Everybody agrees? അബ്സലോം നിഗളമാണോ? എല്ലാവരും ചെയ്യുന്നുണ്ടോ? Okay, I will put that there. Okay. Then Amnon is what? അമ്നോൻ ആരാ? എന്തുമായിട്ട് ചേരിപ്പടി ചേർക്കാം? Sexual lust. Okay. ലൈംഗിക മോഹം. And Adonijah is the third thing. There are only 3 things, right? So അദോനിയാവ്, greed, yeah. അത്യാഗ്രഹം. So we can also put, like, I'm also putting fear over here. Just ഭയത്തെ ഇവിടെ ഇടാൻ പറ്റും. this fear is because that person is getting something, but I'm not getting it. Yeah? ഭയം എന്ന് പറയുന്നത് മറ്റൊരുവന് ഒരു കാര്യം കിട്ടുന്നു, പക്ഷെ എനിക്കത് കിട്ടുന്നില്ല. Because the love of the world was in these sons, the love of an earthly kingdom was in these sons, they missed out on the love of the Father. ഈ ലോകത്തിൻ്റെതായിട്ടുള്ള സ്നേഹം അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് പിതാവിന്റെ സ്നേഹം അവരിൽ ഇല്ലാതെ പോയി. Okay. And yeah, I also want to talk about 3 ways in which they use their tongue. Okay. അവർ 3 തരത്തില് നാവിനെ ഉപയോഗിച്ചത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. And they use their tongue against the king in these 3 ways. ഈ 3 തവണ ഈ രാജാവിന് വിരോധമായിട്ട് അവർ നാവിനെ ഉപയോഗിച്ചു. Lies, കള്ളം, boasting, അവരെ തന്നെ ഉയർത്തി പറഞ്ഞു, and self-pity. സ്വയം സഹതാപം. Okay. So mostly this person, but all of them did all of this. Okay. So it's like ഇതെല്ലാം ഈ 3 പേരും പറഞ്ഞിട്ടുണ്ട്. okay.
2 Samuel 13 tells us the story of Amnon. അമ്നോനെ കുറിച്ചുള്ള കഥ 2 ശമൂവേൽ 13 പറയുന്നുണ്ട്. He thought he was in love. അവൻ വിചാരിച്ചു അവൻ സ്നേഹിക്കുകയാണെന്ന്. And he thought he was so much in love and he could not live without this girl that he made himself ill. അവൻ വിചാരിച്ചു ആ പെൺകുട്ടിയെ ഇല്ലാതെ പറ്റത്തില്ല, അത്രയ്ക്ക് ഞാൻ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും, അല്ലെങ്കിൽ അത്രയ്ക്ക് അസുഖം വരും എന്നുള്ള രീതിയിലായിരുന്നു വിചാരിച്ചത്. Brothers and sisters, young brothers, sisters, examine yourself in relation to your sexual lust. ലൈംഗിക മോഹത്തെ കുറിച്ച് ഉള്ള നിങ്ങളെ തന്നെ ചിന്തിച്ചു നോക്കുക. നിങ്ങൾ എങ്ങനെയാണ് അതിനോട്? Is there some person or some habit or some way of thinking that you feel, oh, I cannot live without this. I have to have it. I have to have it. ഏതെങ്കിലും വ്യക്തിയോടാണോ എന്തെങ്കിലും ഒരു കാര്യത്തോടാണോ എനിക്കിത് കിട്ടിയേ പറ്റൂ എന്നാണോ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? I have to dress in a fashionable way. ഞാൻ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള വലിയ ഫാഷനിൽ വസ്ത്രം ധരിക്കണോ? I can't stop myself from thinking impure thoughts. I can't stop myself from thinking impure thoughts. എനിക്ക് അശുദ്ധമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനായിട്ട് കഴിയുന്നില്ല. Or there may be a person or a relationship that you are especially struggling with. ഒരു വ്യക്തിയെയോ ഒരു ബന്ധത്തെക്കുറിച്ചായിരിക്കാം നിങ്ങളിപ്പോൾ ബുദ്ധിമുട്ടുന്നത്. See, yeah, a word for sisters and brothers. Sisters, if a man is a show-off, he's boastful, if he tells you lies, if he flatters you, if he says you're special, guard yourself. സൗര്യമാരെ ഒരാൾ പൊങ്ങച്ചം പറഞ്ഞാൽ, അവൻ നിങ്ങളോട് കള്ളം പറഞ്ഞാൽ, നിങ്ങൾ പ്രത്യേകതയുള്ള ആളാണെന്ന് പറഞ്ഞാൽ, അങ്ങനെ നിങ്ങളെ പുകഴ്ത്തിയാൽ നിങ്ങളെ തന്നെ നിങ്ങൾ സൂക്ഷിക്കുക. See, for example, over here, Amnon was saying, Tamar, I really like the way you cook. നീ കുക്ക് ചെയ്യുന്ന, നീ പാചകം ചെയ്യുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. But we know that that is not what he was actually interested in. ശരിക്കും പറഞ്ഞാൽ അതല്ല യഥാർത്ഥത്തിലുള്ള ആഗ്രഹം. And the third thing is, if he is telling you some sob story, making you feel sorry for him. ചിലപ്പോൾ അതേക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കഥ പറഞ്ഞിട്ട് നിങ്ങളുടെ അയ്യോ പാവം എന്നുള്ള രീതിയിലായിട്ട് തോന്നിപ്പിക്കുകയാണെങ്കിൽ, never, open yourself, never be alone with such a boy. Don't open the door to such people. അങ്ങനെയുള്ള പയ്യന്മാരുടെ അടുത്ത് നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കരുത്, അങ്ങനെ ഒരു വാതിൽ തുറന്നു കൊടുക്കുകയും ചെയ്യരുത്. Don't open the door to such influences, because there are people like this on the internet also. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ വശമതരായി പോകരുത്, കാരണം അങ്ങനെയുള്ളത് ഇന്റർനെറ്റിലും വളരെ വ്യാപകമാണ്. And if you get used to and you enjoy listening to a certain, sort of talk, you'll seek it in more ways. ചില തരത്തിലുള്ള സംസാരം നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ ആ ഒരു വഴിയിലോട്ട് നിങ്ങൾ അങ്ങ് ആയിപ്പോകും. Boys, don't be such a boy. ചെറുപ്പക്കാരെ, നിങ്ങൾ അങ്ങനെയുള്ള ചെറുപ്പക്കാരായി തീരരുതേ. Don't let your thoughts go in these directions. Lies, boasting, self-pity. ഈ തരത്തിലുള്ള ചിന്തയിലോട്ട് നിങ്ങൾ പോകരുതേ. ഈ കള്ളം പറയുന്നതും നിങ്ങളെ തന്നെ പുകഴ്ത്തുന്നതും സെൽഫ് പിറ്റിയിലുമായിട്ടുള്ള അവസ്ഥയിലോട്ട് പോകരുത്. If your thoughts go this way, your words will also come out like this. നിങ്ങളുടെ ചിന്ത ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളും ഇതേ കണക്കായിരിക്കും. So Tamar was, beautiful girl, but she was not a wise girl. താമർ സുന്ദരിയായിട്ടുള്ള ഒരു യുവതിയായിരുന്നു, എന്നാൽ ജ്ഞാനം ഒട്ടും ഇല്ലാത്ത ഒരു യുവതിയായിരുന്നു. But she said something. It was too late, but she said something we should take very seriously. ആ പെൺകുട്ടി പറഞ്ഞ കാര്യം വളരെ അവസാനമായിട്ടാണ് അത് പറഞ്ഞതെങ്കിലും നമുക്കത് പഠിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ പറ്റിയ കാര്യം അതിലുണ്ട്. She said, please speak to the king. അവൾ പറഞ്ഞ കാര്യം ഏതായിരുന്നു? ദയവായിട്ട് രാജാവിനോട് സംസാരിക്കുക. He will not withhold me from you. He will not withhold me from you. This is in 2 Samuel 13:13. 2 സാമുവേൽ 13:13 പറയുന്നത്, ഒരു കാര്യവും നിന്നിൽ നിന്ന് മാറ്റത്തില്ല. Yeah. So I don't really know whether David would have,
agreed to, get them married, or I don't know. It doesn't really matter. രാജാവായിട്ടുള്ള ദാവീദ് ചിലപ്പോ വിവാഹം ചെയ്ത് കൊടുക്കത്തില്ലായിരുന്നു കാണും. അറിയത്തില്ല, അതിനെക്കുറിച്ച് അറിയത്തില്ല. But 100%, 1000%, it would have been better if Adonijah had shared openly with the king. ഇതേക്കുറിച്ച് അഡോനിജ Not ദാവീദിന്റെ Adonijah, sorry, Amnon. അമ്നോൻ ഇതേക്കുറിച്ച് ദാവീദിന്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ 100% നേരായിട്ടുള്ള വഴിയിൽ നടത്തിയേനെ. See, instead of that, he spoke to his friend, but that friend was actually an enemy. ഇതെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പോയി പറഞ്ഞത് കൂട്ടുകാരനോടായിരുന്നു. ശരിക്കും കൂട്ടുകാരൻ യഥാർത്ഥത്തില് ശത്രുവായിരുന്നു. Because his so-called friend led him in the path of wickedness. ശരിക്കും പറഞ്ഞ കൂട്ടുകാരൻ എന്ന് പറയുന്ന ആള് തെറ്റായിട്ടുള്ള വഴിയിലോട്ട് നടത്തി. We can read Psalm 84 and verse 11. സങ്കീർത്തനങ്ങൾ 84. It says, "No good thing will he withhold from those who walk in integrity." സങ്കീർത്തനങ്ങൾ 84:11 അവസാനത്തെ ഭാഗം, നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. No good thing will he withhold. Nothing that you really need that is good for you will God withhold from those who walk with integrity. നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയ്ക്കും മുടക്കുകയില്ല, ഒരു നന്മയും മുടക്കുകയില്ല എന്നാ എഴുതിയിരിക്കുന്നത്. Brothers and sisters, honor God in your relationship with the opposite sex. സഹോദരി സഹോദരന്മാരെ, എതിർലിംഗവുമായുള്ള നിങ്ങളുടെ ബന്ധത്തിൽ ദൈവത്തെ ബഹുമാനിക്കുക. Honor God in your marriages. നിങ്ങളുടെ വിവാഹം ദൈവത്തിന് മഹത്വം കൊണ്ടുവരുന്നതായിരിക്കട്ടെ. See, the Gentiles also seek to have a happy marriage. ഈ ജാതികളും നല്ലൊരു വിവാഹത്തിനായിട്ട് നോക്കുന്നുണ്ട്. What is happy marriage? I should be happy. സന്തോഷകരമായ മാരേജ് എല്ലാവർക്കും വേണമെന്നാണ് ജാതികളും അത് അന്വേഷിക്കുന്നുണ്ട്. But what does happy mean for them? What does happy mean for everyone? അവർക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? I should be happy. ഞാൻ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം. I should be satisfied. ഞാൻ തൃപ്തനായിരിക്കണം. No, seek the kingdom of God. ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കുക. The king should be happy with my marriage. ദൈവം രാജാവ് എന്റെ വിവാഹത്തിൽ സന്തോഷിക്കണം. Okay, we'll go to Absalom. അബ്ശലോമിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. So he thought he was better than the king. അബ്ശലോം വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവിനെ കാട്ടിയും നല്ലവനാണെന്നായിരുന്നു വിചാരിച്ചത്. If I was the king, I would give you justice, he said. ഞാൻ രാജാവായി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ നീതിയും നടപ്പാക്കി കൊടുക്കുന്നവനായിരിക്കും എന്നാണ് വിചാരിച്ചത്. He was a proud man. He was a attention seeker. ഒരു നിഗളിയായിരുന്നു. മറ്റുള്ളവര് അവനെ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു വിചാരമുള്ള വ്യക്തിയായിരുന്നു. He was a troublemaker. എപ്പോഴും പ്രശ്നക്കാരനായിരുന്നു. Said, Job is not paying attention to me. Okay, I'll set his field on fire. Then he'll talk. ജോബ് എന്നെ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഞാൻ അവന്റെ കൃഷി തീയിടും. Then he'll listen to me. എന്നെ അനുസരിക്കും. This spirit of troublemaking, seeking attention, boasting can come up in each of us. പ്രശ്നമുണ്ടാക്കൽ, ശ്രദ്ധ ആകർഷിക്കൽ, പൊങ്ങച്ചം പറയൽ എന്നീ മനോഭാവം നമ്മിൽ ഓരോരുത്തരിലും ഉയർന്നു വന്നേക്കാം. And Absalom wanted to take revenge. He said, he did that, then I'll do something. I'll show him. അബ്ശലോമിന് പ്രതികാരം ഉണ്ടായിരുന്നു. അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്തു, ഞാൻ അവന് തിരിച്ച് ഇതേപോലെ പ്രതികാരം ചെയ്യും. That's how a proud person speaks. ഈ ഒരു നിഗളിയായിട്ടുള്ള വ്യക്തി സംസാരിക്കുന്നത് അങ്ങനെയായിരിക്കും. Yeah, it can start just in our thoughts and come out in our words. അത് നമ്മുടെ ചിന്തയിലാണ് ആദ്യം തുടങ്ങുന്നത്, പിന്നെ നമ്മുടെ നാവ് വഴി അത് പുറത്തു. No, I want to leave it to God. ഞാൻ അത് ദൈവത്തിന്റെ കയ്യിൽ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. He will do what is right. ദൈവം എന്നെ നടത്തട്ടെ. From my side, I want to forgive and love. എന്റെ വശത്ത് നിന്നും ഞാൻ ക്ഷമിക്കാനും സ്നേഹിക്കാനുമായിട്ട് ആഗ്രഹിക്കുന്നു. See, Absalom was, the downfall of Absalom was his hair. He was so proud of his hair. അബ്ശാലോമിന്റെ പതനത്തിന്റെ കാരണം അവന്റെ മുടിയായിരുന്നു. അവൻ തന്റെ മുടിയെക്കുറിച്ച് വളരെ അഭിമാനിച്ചിരുന്നു. He would cut his hair only once a year. ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രമേ മുടി വെട്ടത്തുള്ളായിരുന്നു. And he would weigh the hair and see how much it weighed.
അവന്റെ മുടിയുടെ ഭാരം എത്രയാണെന്നറിയാൻ തൂക്കി നോക്കുമായിരുന്നു. But this hair is what got caught in the branches, and that is how he died. ആ, ഈ മുടി കാരണമാണ് പിന്നീട് മരിച്ചതെന്നുള്ളത് നമുക്കറിയാലോ. Brothers and sisters, what is the proud thing that we are so proud of that we take care of, and we forget that everything good that we have is from God? നമ്മൾ നിഗളിക്കരുത്. നമുക്കുള്ള എല്ലാ നല്ല കാര്യങ്ങളും ദൈവത്തിൽ നിന്നുള്ളതാണ്. I want to talk about Adonijah also. അഡോനേജാനെ കുറിച്ചും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. He was a coward, ഒരു ഭീരുവായിരുന്നു. and he wanted to please everybody. മറ്റുള്ളവരെ തൃപ്തനാക്കാൻ, മറ്റുള്ളവരുടെ കണ്ണിൽ ഒരു അംഗീകാരം കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയായിരുന്നു. So he would slowly talk to Joab, get him on his side. യോവാബിനെ തന്റെ വശത്തോട്ടാക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. Then he spoke to somebody else, got him on his side. മറ്റ് പലരോടും സംസാരിച്ച് തന്റെ വശത്തോട്ട് ആക്കാനായിട്ട് ശ്രമിച്ചു. He didn't want to fight. I'm just talking to people. I'm inviting them. I'm being nice to them. ഞാൻ മറ്റുള്ളവരെ ജസ്റ്റ് എൻ്റെ അടുത്തോട്ട് ക്ഷണിക്കുന്നു, അവരുടെ അടുത്ത് സംസാരിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. But he said, hey, see, Amnon is gone, he's died. Absalom is gone, he's died. Chileab is chilling. So I'm next in line. No? ആ ആദ്യത്തെ 3 പേരും പോയി, ഞാൻ മാത്രമേ ഉള്ളൂ. So that I want my share, like the prodigal son said. എനിക്ക് എന്റെ ഭാഗം വേണം, ധൂർത്തപുത്രനെ പോലെ. But he didn't fight or anything. He was just talking to people. അടിയില്ല, അതിനു വേണ്ടിയിട്ട് ബഹളം വെച്ചൊന്നുമില്ല. എന്നാൽ ചില ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചത് മാത്രമേ ഉള്ളൂ. Want to make a good impression. എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നല്ല ഒരു വ്യക്തിയായിട്ട് കാണിക്കണം. You can read 1 Kings 2:15. 1 രാജാക്കന്മാർ 2:15 വായിക്കാം. We can see his self-pity in 1 Kings 2:15. സ്വയസഹതാപത്തെ കുറിച്ച് അവിടെ കാണാനായിട്ട് കഴിയും. Maybe somebody from the audience can read. ഓഡിയൻസിന്റെ സൈഡിൽ നിന്ന് വായിക്കാം. 1 രാജാക്കന്മാർ 2:15. അവൻ പറഞ്ഞത് എന്തെന്നാൽ, രാജ്യത്വം എനിക്കുള്ളതായിരുന്നു, ഞാൻ വാഴേണ്ടതിന് ഇസ്രായേലൊക്കെയും പ്രതീക്ഷിച്ചിരുന്നു എന്ന് നീ അറിയുന്നുവല്ലോ. എന്നാൽ രാജ്യത്വം മറിഞ്ഞ് എൻ്റെ സഹോദരന് ആയിപ്പോയി, യഹോവയാൽ അത് അവന് ലഭിച്ചു. See, you can see that there's this pious talk. Oh, God appointed it like that. But he's feeling very sorry for himself. അവന്റെ സംസാരം വളരെ ഭക്തിയോടെയുള്ളതൊക്കെ പോലെ തോന്നുമായിരുന്നു. ദൈവമാണ് ഇത് നിയമിച്ചത്, പക്ഷെ അവനോട് തന്നെ അവന് സഹതാപമായിരുന്നു. Yeah, but he's saying it's from the Lord, but he's still trying to grab the throne. അവൻ പറയുന്നത് അത് ദൈവത്തിൽ നിന്നാണെന്നാണ്, പക്ഷേ അവൻ ഇപ്പോഴും സിംഹാസനം പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. So, brothers, I want to end with this Chileab. ചിലിയാബിനെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. So I'll tell you the names of all these, what these people's names mean, okay? Amnon's name means faithful. അവനോന്റെ പേര് വിശ്വസ്തൻ. Was he faithful? വിശ്വസ്തനായിരുന്നു, ആ പേരിന്റെ അർത്ഥമാണ് കേട്ടോ. വിശ്വസ്തനായിരുന്നോ അവനോൻ? Was he faithful? വിശ്വസ്തനായിരുന്നോ? Not at all. Okay. വിശ്വസ്തനേ അല്ലായിരുന്നു. Absalom's name means father of peace. അബ്സലോം പേരിന്റെ അർത്ഥം സമാധാനത്തിന്റെ പിതാവ് എന്നായിരുന്നു. Was he peaceful? സമാധാനമുള്ളവനായിരുന്നു. Okay. Adonijah's name means Jehovah is my Lord. അഡോനൈജ എന്ന പേരിന്റെ അർത്ഥം യഹോവ is my Lord. എന്റെ കർത്താവ്. Okay. Was he willing to accept the Lord's Jehovah's choice? യഹോവ കർത്താവായിട്ട് വയ്ക്കാനായിട്ട് നോക്കിയായിരുന്നോ? Okay. So this Chileab, his name means the image of my father. കിലിയാബ് എന്ന മകന്റെ പേരിന്റെ അർത്ഥം പിതാവിന്റെ അതേ ചിത്രം, പിതാവിന്റെ പ്രതിരൂപം. See, he was the son of the widow of Nabal. There was, yeah. നാബാൽ വിധവയുടെ മകനായിരുന്നു. So there was a question, okay, whose father?
ആരാണ് പിതാവ്? അതൊരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. Who is the father? But he looked just like David. പക്ഷേ ആരാണ് പിതാവ് എന്നത് ക്വസ്റ്റ്യൻ മാർക്കായിരുന്നെങ്കിലും ദാവീദിനെ പോലെയായിരുന്നു. And I mean, these are all the stories you can read. But see, first son caused problem, third son caused problem, fourth son caused problem, second son didn't cause any problem. ഒന്നാമത്തെ പുത്രൻ പ്രശ്നക്കാരനായിരുന്നു, മൂന്നാമത്തെ പുത്രൻ പ്രശ്നക്കാരനായിരുന്നു, നാലാമത്തെ പ്രശ്നക്കാരനായിരുന്നു, എന്നാൽ രണ്ടാമത്തെ പ്രശ്നക്കാരനല്ല. I just want to enjoy that I'm a son of the king and grow up in the image of my father. രണ്ടാമത്തെ പുത്രന്റെ ചിന്ത ഇതായിരുന്നു, എനിക്ക് എന്റെ പിതാവിനെ പോലെ വളരണം, എന്റെ പിതാവിന്റെ കാര്യങ്ങൾ ചെയ്യണം, പിതാവിന്റെ അതേ പ്രതിരൂപമായി തീരണം. Brothers and sisters, may the Lord do this work in our lives. പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യട്ടെ. When we recognize our condition, നമ്മുടെ അവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാം. we can rejoice that we are accepted in the beloved. നമ്മുടെ പ്രിയപ്പെട്ടവരായിട്ട് നമ്മളെ ദൈവം തിരഞ്ഞെടുത്തു എന്നതിൽ നമ്മൾ സന്തോഷിക്കും. May God help us. Amen. നമ്മെ ദൈവം സഹായിക്കട്ടെ.